മൈക്ക് പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നാ? എന്താ ഇവിടെ പരിപാടി? ഭയങ്കര മണമുണ്ടല്ലോ. വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു വ്ലോഗ് എടുത്ത് കളയാലേ. എന്താ അമ്മ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. ഇവനെന്താ തക്കാളി ഇട്ട് വെച്ചേക്കണേ? ഇതെന്താ? എന്താ അതൊക്കെ? ഇതാണ്. ഹായ് ഹലോ എവ്രി വൺ, സോറി, വെൽക്കം ടു മൈ ചാനൽ. അപ്പോ ഇന്നതേ സ്ട്രെയിറ്റ് അവേ കണ്ണൂർ ഷോ ഉണ്ടായിരുന്നു ഇന്നലെ, കേരള വിഷന്റെ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് കണ്ണൂരിൽ നിന്ന് വെളുപ്പിന് ഇറങ്ങി. ഞങ്ങളുടെ ആദ്യത്തെ മൈക്ക് ഓണാക്കിട്ട് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രിപ്പ് ആയിരുന്നു. ചുഡു അറിയോ? അടിപൊളിയാമേ. നമ്മള് ഇവിടുന്ന് ഇപ്പം കണ്ണൂർക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് വണ്ടിയിൽ പോവാണെങ്കിൽ ഒരു ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് ഒരു 9 മണിക്കൂറൊക്കെ എടുക്കും. പോവാം നമുക്ക് മൂകാംബികയിൽ പോവാം, മാംഗ്ലൂർ വരെ പോവാം, എന്നിട്ട് അവിടെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. അപ്പം വണ്ടിയിൽ പോവാണെങ്കിൽ 9 മണിക്കൂറോളം എടുക്കും. ഫ്ലൈറ്റിന് പോവാണെങ്കിൽ ഇവിടുന്ന് ട്രാഫിക് ഒക്കെ താണ്ടി നെടുമ്പാശ്ശേരി എത്തി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിന്നെ അവിടെ 1 hour ഇരുന്ന് ആ സമയം കൊണ്ട് നമ്മൾ കണ്ണൂർ എത്തും. 3.5-4 മണിക്കൂറുള്ള കണ്ണൂരെത്തി. അതും സീറ്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കുകയൊക്കെ ചെയ്യാം, കറക്കുകയൊക്കെ ചെയ്യാം. എടുത്തല്ലോ. AG വ്ളോഗ്സ് എടുത്തിട്ടുണ്ട്. വീഗാലാൻഡ് പോലെ നമുക്ക് ഇങ്ങനെ സീറ്റ് ഒക്കെ ഇട്ട് കറക്ക ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ഭയങ്കര സൂപ്പർ, നല്ല ഫ്രഷ് ഫുഡ്. പാപ്പുര് ഞാൻ വിളിച്ചു, പാപ്പു അവിടെ കുറച്ച് കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ അമ്മേ. അപ്പൊ ഞാൻ ഏതായാലും മണം കേട്ടിട്ട് എന്റെ കോലൊക്കെ നോക്കി ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച് വെളുപ്പിനിറങ്ങിയതാ. എന്താ അത്? ഈ കാല് കൊച്ചിനുള്ളതാണ്, എനിക്കില്ലേ? കൊച്ചിന്റെ കാലാണ്. പിന്നെ എന്തൊക്കെയാ ഉണ്ടാക്കിയ? ഇത് ഷൂട്ട് ചെയ്യായിരുന്നാ നിങ്ങള്? ഇതെല്ലാം ഷൂട്ട് ചെയ്തിണ്ടാ? പാപ്പന് ഫുഡ് ഇപ്പൊ വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇതിന്റെ കൂട്ടത്തിലുള്ളതാണോ? പാപ്പു, അമ്മാമ്മ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചെലപ്പോ തീർന്നു. ഓടി വന്നേ. അന്നൊരു കാര്യം ചെയ്യ അമ്മ, അവള് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്നാ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോളാം. അവള് കുറച്ച് സ്ട്രെസ്ഡാ. അതെ ശരി അണ്ണ, എന്നാ മമ്മി കൊണ്ടുവരാം. ഓക്കെ. ഇതെന്താ ഉണ്ടാക്കിയേ? ഇതാണ് എഗ്, അല്ല എഗ് വെജിറ്റേറിയൻസിന് വേണ്ടിട്ട്. അത് വെജിറ്റേറിയൻസിന് സ്കൂളിൽ കൊണ്ടുപോവാ, ഓഫീസിൽ കൊണ്ടുപോവാ. ഇത് ഗാർലിക് കൊറിയൻഡർ റൈസ്. ഇത് വെള്ളക്കടല ചന മസാല. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഫ്രൈ. അത് വെജിറ്റേറിയൻസിനാ. ഞാനേ എനിക്ക് തലയൊക്കെ കറങ്ങണം. അങ്ങനെ വന്ദേ ഭാരത് ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഷോ നല്ല രസമായിരുന്നു. സാധാരണ കണ്ണൂര് പോയി വരുമ്പോ നമ്മളങ്ങോട്ട് വല്ലാണ്ട് ഇതായി പോകും. ഇത് വന്ദേ ഭാരത് വെറുതെ പൊളി. അമ്മ വല്ലതും കേക്കണ്ട. വന്ദേ മാതരം അല്ല, വന്ദേ ഭാരത്. അങ്ങനെ ഇതാണ് അപ്പൊ ഇന്ന് ഷൂട്ട് ചെയ്തല്ലേ. അപ്പൊ ഇതിന്റെ റെസിപ്പി ഇതിന്റെ റെസിപ്പി അമ്മ, എനിക്ക് അത്ര ചോറ് വേണ്ട, കുറച്ച് മതി അമ്മ. ഞാനിപ്പോ വന്ദേ ഭാരത് സൂപ്പ് കുടിച്ചിട്ടാവുന്ന. ഫ്ലൈറ്റ് പോലെയാണ്. എന്നിട്ട് എന്താ അത് ഇട്ടിരിക്കണേ റെഡ് കളറില്? നമുക്ക് അബീനെ വിളിക്കായിരുന്നില്ല. ഞാനെന്നാ ഗൗതമിനെ എല്ലാവരും കൂടെ കൊണ്ടുവരായിരുന്നല്ലോ. അടിപൊളിയാണല്ലോ അമ്മ. ബട്ടർ ചിക്കന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ ഗ്രേവിക്ക്. ഒരു ബട്ടർ ചിക്കൻ വൈബ്. ചിക്കൻ ഇല്ലാന്ന് മാത്രം. അത് ഇത് നോണ് കഴിക്കാത്തവർക്ക് നല്ലല്ലേ?
ഇത് പാപ്പൂന് കൊടുക്കണം കേട്ടോ. എന്റെ പാപ്പൂട്ടിന് 2 കാല് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹൈ പ്രോട്ടീൻ ആണ്. പ്രോട്ടീനാണ്. പിന്നെ നോൺ വെജ് കഴിക്കാത്തവർക്ക് ഭയങ്കര നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതും അടിപൊളിയായിട്ടുണ്ട് കോമ്പിനേഷൻ. തൈര് ചേർത്താതിരുന്ന ചിക്കൻ ഫ്രൈ ഭയങ്കര ക്ലീൻ നീറ്റ്. ഇത് ഇവിടെ ഇരുന്നെങ്കിൽ വെളിച്ചോണ്ടായാലോ അല്ല എപ്പോഴും പറയണത്. ഇത് പിള്ളേക്ക് കൊടുക്കണോട്ടാ. അമ്മ നോക്കി കൊതിയില്ല. അവരെ കൊടുത്തില്ലേ? അമ്മയുടെ പൊന്നിന് വേറെയാണ് കൊടുക്കണത്. അമ്മയുടെ മുട്ടിന് അമ്മ വേറെ ഷാനും ചേരുമല്ലോ. ചിക്കൻ ഫ്രൈയും അടിപൊളിയായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ അങ്ങനെ ഒരു അടിപൊളി ഷോ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ വന്ദേ ഭാരത് യാത്രയെ പറ്റി ഞങ്ങളൊരു കംപ്ലീറ്റ് വ്ലോഗ് എടുത്തിട്ടുണ്ട്. കക്കൂസി പോണ വ്ലോഗ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇനി ഞാൻ കണ്ണൂർ ഏരിയയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്ദേ ഭാരത് വന്ദേ മാതരല്ല വന്ദേ ഭാരത് വന്ദേ ഭാരത്തിലേ പോകുള്ളൂ. അപ്പൊ ദാറ്റ്സ് ഓൾ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. നിങ്ങൾ സമാധാനമായിട്ടൊന്ന് കഴിക്കട്ടെ. ഇന്നലെ ഭയങ്കര ലേറ്റായി ഷോ ഒക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്റെ മുഖം ഇരിക്കണ നോക്കിയാ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഇറങ്ങിയതാ. ഞാനും കഴിക്കട്ടെ. മണി 1:30 കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് കഴിച്ച് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ചാനൽ പാപ്പു ആൻഡ് ഗ്രാൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പാപ്പുവിന്റെ ചാനൽ അവൻറ്റിക്ക TV സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ AG Vlogs കൂടെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ ബൈ.